ഇങ്ങനെയാണ് നമ്മള് അതിലൊരു ഭാവം ചേർത്ത് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഉടനെ കിട്ടും എന്ന് ഓർമ്മിപ്പിക്കുന്നു. ലാഭസ്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും നമ്മുടെ കച്ചവടം ചെയ്ത് ലാഭം കിട്ടുന്ന അങ്ങനെയുള്ള ഒരു ലാഭം മാത്രമല്ല ലാഭം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോക്കിയാൽ ഒരു 10-ാം ഭാവത്തിന്റെ 2-ാം ഭാവം, 10-ാം ഭാവം രണ്ടാസ്ഥാനമാണ് എന്ന് മുമ്പുള്ള ക്ലാസ്സുകളുണ്ടാകും. കർമ്മത്തിന് അനുസരിച്ച് ഫലം കിട്ടുമോ എന്നതാണ് ശരിയായ ലാഭസ്ഥാനം പറയുന്നത്. പലപ്പോഴും കാണാറുണ്ട് ജോലി ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആർജിക്കുന്ന തുക കിട്ടാതിരിക്കുക, പ്രമോഷൻ കിട്ടാതിരിക്കുക, ഇതൊക്കെ ബുദ്ധിമുട്ടുകളായിട്ട് വരാറുണ്ട്. അതെല്ലാം 11-ാം ഭാവത്തിനായിട്ട് എത്രത്തോളം കർമ്മസ്ഥാനത്തിന്റെ ലാഭം കിട്ടുമെന്നുള്ളത് 11-ാം ഭാവാദികളിൽ നമ്മളുള്ള യോഗം പറഞ്ഞു. 11-ാം ഭാവത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ 11-ാം ഭാവത്തിലെ ജനങ്ങൾ പൊതുവെ നല്ല ഫലങ്ങൾ സൂചിപ്പിക്കുന്നതാണ്. അവിടെ നിൽക്കുന്ന ഗ്രഹത്തിലെ ശക്തിയിലേക്ക് മാത്രമേ കൊടുക്കുള്ളൂ. ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ജാതകം നോക്കുമ്പോൾ ഗീതകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. നമുക്ക് എല്ലാത്തിനും മറുപടി നോക്കാം. ഇതൊരു ക്ലാസ് ആയത് കാരണമാണ് ഓരോമായിട്ട് പോയിന്റായിട്ട് പോകുന്നത്. പ്രത്യേകിച്ച് നമുക്ക് ഈ പ്രമാണ ശ്ലോകങ്ങൾ ഓർമ്മിച്ചു വെക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ്. തുറന്നു പഠിച്ചതില്ല. അപ്പൊ അത് നമ്മൾ ഈ വിധത്തിൽ തന്നെ വേണം മനസ്സിലാക്കാൻ. ഇതാണ് ഏറ്റവും ഷോർട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. എത്ര സമയം എടുത്താലും നമുക്ക് കാര്യങ്ങൾ ഓർമ്മ. ഇപ്പൊ ലാഭസ്ഥാനം കർമ്മത്തിന്റെ ലാഭത്തോടൊപ്പം തന്നെ ബിസിനസ് ചെയ്യുന്ന ലാഭം ഈ വേറെ എന്തെങ്കിലും ധനപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരാനുണ്ടെങ്കിൽ അതെല്ലാം 11-ാം ഭാവമാണ് കാണിച്ചത്. പിന്നെ ആഗ്രഹത്തിന്റെ പൂർത്തീകരണം അതുകൂടി നോക്കാനുണ്ട്. പലർക്കും വിവാഹം ആയിട്ടുണ്ടാവും, പക്ഷെ വിവാഹം നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ വിവാഹം എന്നൊരു ആഗ്രഹത്തിന്റെ പൂർത്തീകരണം 11-ാം ഭാവമായിട്ട് കാണിച്ചുകൊണ്ട് പലപ്പോഴും സാധിക്കുന്നു. വിവാഹത്തിന്റെ കാലം ഏഴാം ഭാവം നൽകുമെങ്കിലും അതിന്റെ ശരിയായ അപകട അത് 11-ാം ഭാവം. ഇങ്ങനെ ചേർത്ത് ചിന്തിക്കാനുള്ളതാണ് ഇവിടെ ജ്യോതിഷയുടെ കഴിവ്. ആഗ്രഹത്തിനോടൊപ്പം തന്നെ ദുരാഗ്രഹവും കാണിച്ചു വരുന്നത് 11-ാം ഭാവം. വേണ്ടാത്തവർക്ക് പോയി ചേർന്നത് 11-ാം ഭാവത്തിന്റെ സൂചനകൾ ശ്രദ്ധിക്കാറുള്ളതാണ്. പിന്നെ ആശ്രിതത്വം എന്ന് പറയും. മറ്റുള്ളവരെ ആശ്രയിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രിതരാക്കി വരും. ഈ രണ്ട് കാര്യങ്ങൾ ഇതേ 11-ാം ഭാവം സൂചിപ്പിക്കുന്നതാണ് ഈശ്വരനോടുള്ള ആശ്രയം. ദേവവചനം, മന്ത്രസാധന, സാധനയുടെ ലാഭം ഇതെല്ലാം 11-ാം ഭാവമാണ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ശുഭവാർത്തകൾ വരുന്നത് ഇതിനേക്കാൾ വളരെ കുറവാണ്. എന്നാലും നമ്മൾ ചെറിയത് പോയി അതിന്റെ റിസൾട്ട് വരും. ശരിയായ റിസൾട്ട് കിട്ടുമെന്നുള്ളതൊക്കെ 11-ാം ഭാവവാദികളുടെ സമയത്തേക്ക് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും. ഇത് സൂചിപ്പിക്കുന്ന ഒരു നെഗറ്റീവ് ട്രേറ്റുകളായി പറയാം പരമനാസക്തി, മറ്റുള്ളവരുടെ കയ്യിലുള്ള ആസക്തി. ഇങ്ങനെ എന്റെ രീതിയിൽ അങ്ങനെയുള്ളവർക്ക് ചെയ്യാത്ത വാർത്തകൾ ഉണ്ടെങ്കിൽ അത് 10-ാം ഭാവാദികൾ കാണിച്ചിട്ടുണ്ട്. ഈ ചെയ്യാൻ വാർത്തകളുടെ ഒരാവശ്യത്തിൽ 11-ാം ഭാവത്തിൽ പരമനാസക്തി ഉണ്ടെങ്കിൽ അയാൾ മോഷണത്തിൽ പോകാനോ പിടിച്ചുപൊളിക്ക് പോകാനോ ചീറ്റിംഗ് ചെയ്യാനോ സാധ്യതയുണ്ട്. ചിന്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജാതകത്തിൽ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെ കൺട്രോൾ ചെയ്ത് നടത്താം. വേണ്ടത്തെ ചിലവർക്ക് മനസ്സിൽ വരുന്നു. എല്ലാവരും എപ്പോഴും ജീവിതമൊന്നുമില്ല. എല്ലാവരുടെ മനസ്സിൽ പലതരം ആഗ്രഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ്. നമ്മളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കും. എന്റെ ചിന്തകൾ ഏത് വഴിക്കാണ് എന്നെ നയിക്കുന്നത് എന്ന് ബോധവാന്മാരായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശരിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പിന്നെ വേറൊരു പറയാനുള്ളത് പരദൂഷണം പറയാനുള്ള ഒരു ടെൻഡൻസി. അത് 11-ാം ഭാവം കാണിക്കുന്നത് മറ്റുള്ളവരെ മോശമായിട്ട് പറയും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പരദൂഷണം പറയാൻ സാധ്യതയുള്ളവരുടെ ഒരു മാനസികാവസ്ഥ വരുന്നത് അവർക്ക് ഒരുപാട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സുകളാണ്. അതുകൊണ്ടാണ് മറ്റുള്ളവർ കിട്ടുന്നത്. അത് നേരിട്ട് അവർക്കാവും ഞാൻ മോശമല്ലാത്ത ബോധ്യമില്ലാത്തതുകൊണ്ട് ഏതെങ്കിലും വഴികൊണ്ട് മറ്റുള്ളവരെ മോശമാക്കാൻ പറ്റും.
നമ്മൾ കാണാം ഈ മീഡിയ ചർച്ചയിലൊക്കെ നന്നായിട്ട് കാണാം. അല്ലാതെ നമ്മൾ ഒരു കുടുംബ സന്ദർഭത്തിൽ കുട്ടികളായിട്ട് ചെയ്യുന്നത് മൂന്നാമത് കുറ്റം പറയാനുള്ള ടെൻഡൻസി ആളുകൾ 11-ാം ഭാഗം കാണിച്ചു വരുന്നത്. പലപ്പോഴും പറയുന്നത് ദൈവികമായി വളരെ മോശം